മദർ ട്രീ എന്ന ചാപ്റ്റർ ആണ്. ഈ ചിത്രം ഒന്ന് പോസ് ചെയ്യുക, കുട്ടികളെ കാണിക്കുക, കുറച്ചു നേരം അവരെ ഈ ചിത്രത്തെ നോക്കിക്കോട്ടെ, ചിത്രം ആസ്വദിക്കട്ടെ. നല്ല പച്ചപ്പ്, വളരെ വലിയൊരു മരം, കാടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ചെറിയ അരുവി ഒഴുകി പോകുന്നുണ്ട്, നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇതൊക്കെയാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം മനസ്സിൽ ഓടി വരേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ചിത്രത്തെ കാണിച്ചുകൊണ്ട് കുട്ടികളോട് ചോദിക്കുക, ഇതാണ് അമ്മമരം. ഈ അമ്മമരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനാകും? അപ്പൊ സ്വാഭാവികമായും കുട്ടി ദ മദർ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഓർക്കുന്നതും പറയുന്നത്. അതിൽ നിന്ന് മാറി ധാരാളം കുട്ടി കഥകളും എല്ലാം വായിച്ചിട്ടുള്ളവരാണ്. അവരെ കൊണ്ട് പുതിയൊരു ആശയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ അവർക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ അത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അറ്റ്ലീസ്റ്റ് അവരെഴുതേണ്ട 2-3 സെന്റൻസുകൾ എന്ന് പറയുന്നത്, കാട്ടിലെ ഏറ്റവും പ്രായമായ മരമാണ് അമ്മമരം. കാട്ടിലെ എല്ലാ മൃഗങ്ങളും അമ്മമരത്തെ സ്നേഹിക്കുന്നു. മാൻകൂട്ടങ്ങളും പക്ഷിക്കൂട്ടങ്ങളും വൈകുന്നേരം മരത്തിന് ചുവട്ടിൽ ഒത്തുകൂടാറുണ്ട്. ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം, തണൽ, വാസസ്ഥലം എന്നിവ അമ്മമരം നൽകാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ അവർക്ക് ഇമാജിൻ ചെയ്ത് ഒരു മരത്തെ സങ്കല്പിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ എഴുതാനും കഴിയുമോ എന്നുള്ളത് നോക്കാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവർ എക്സ്പ്രസ് ചെയ്യട്ടെ, കുഴപ്പമില്ല. തൊട്ടടുത്തത് വൊക്കാബുലറിക്ക് വേണ്ടി ഈ വാക്കുകളും സെന്റൻസുകളും അവർക്ക് കൊടുക്കാവുന്നതാണ്. ദ മദർ ട്രീ ഈസ് ദ ഓൾഡസ്റ്റ് ട്രീ ഇൻ ദ ഫോറസ്റ്റ്. All the animals in the forest love the mother tree. During summer days വേനൽക്കാലമാണ്. The animals gather around the tree. It is the coolest place in the forest. Tree provides food and shelter for living things. ഈ രീതിയിൽ ചിത്രം കാണിച്ചുകൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ എഴുതിപ്പിക്കാൻ ശ്രമിക്കുക. പൊതുവെ എഴുതുന്നത് there is a tree, a big tree, അങ്ങനെയുള്ള സെന്റൻസുകളെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എഴുതാൻ സാധിക്കുമോ? അങ്ങനെ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. ബിഗിനർ ലെവലിലുള്ള കുട്ടികൾക്ക് ആ വാക്കുകൾ തന്നെ മതിയാകും. ട്രീ, ബിഗ് ട്രീ, എ ബിഗ് ബ്യൂട്ടിഫുൾ ട്രീ, അങ്ങനെ കുറച്ച് പാറ്റേണുകൾ, ഇംഗ്ലീഷിലുള്ള വാക്കുകളുടെ പാറ്റേണുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബിഗിനേഴ്സിന്. ബാക്കിയുള്ളവർക്ക് കൂടുതൽ എഴുതാനും വായിക്കാനും കഥകൾ ആസ്വദിക്കാനുമുള്ള അവസരങ്ങൾ നൽകുക.